സഹജാവബോധം ബുദ്ധിശക്തിയും യുക്തിസഹമായ മനസ്സും തമ്മിലുള്ള വ്യത്യാസവും ഊർജത്തിൻ്റെ വിശാല മണ്ഡലവുമാണ് സഹജാവബോധം കൈകാര്യം ചെയ്യുന്നത്. യാഥാർത്ഥ്യത്തെ മനസ്സ് തിരിച്ചറിയുന്നതാണ് യുക്തി. ഊർജം യാഥാർത്ഥ്യത്തെ അനുഭവിക്കുന്നതാണ് സഹജാവബോധം. ഓഷോ ഇത്തരം കാര്യങ്ങൾ തെളിമയോടെയും ഹാസ്യാത്മകമായും ആസക്തമായും വിശദീകരിക്കുന്നു. സഹജാവബോധത്തിനുള്ള സ്വാഭാവിക ശേഷി നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ സാമൂഹ്യ സാഹചര്യങ്ങളും ഔപചാരിക വിദ്യാഭ്യാസവും അതിനെതിരെ പ്രവർത്തിക്കുന്നു. നമ്മുടെ സഹജവാസനകളെ അവഗണിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിഗത വളർച്ചയ്ക്കും വികാസത്തിനുമുള്ള ഉപകരണമാക്കി സഹജവാസനയെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ പ്രക്രിയയ്ക്കിടയിൽ സഹജ സാമർഥ്യത്തിൻ്റെ വേരുകളെ തന്നെ നമ്മൾ പിഴുതു കളയുകയും അങ്ങനെ സഹജാവബോധത്തിൻ്റെ ജൈവിക പുഷ്പം വിടരാതെ പോവുകയും ചെയ്യുന്നു. എന്താണ് സഹജാവബോധമെന്നും അത് നമ്മിലും മറ്റുള്ളവരിലും എങ്ങനെ കണ്ടെത്താമെന്നും ഈ പുസ്തകത്തിൽ ഓഷോ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു. നമ്മുടെ വ്യക്തിഗതവും സ്വാഭാവികവുമായ സഹജാവബോധ ശേഷികൾ പരിപോഷിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ധ്യാനമാർഗം അദ്ദേഹം ഇതിൽ വിവരിക്കുന്നു. ഓഷോ ഇൻറ്റ്യൂഷൻ, ഈ പുസ്തകത്തിൻ്റെ പേര് ഇൻറ്റ്യൂഷനാണ്. ഈ പുസ്തകം വളരെയധികം ആഴത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ പരിവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മനോഹരമായ ഉത്കൃഷ്ട ഗ്രന്ഥമാണ്. ഓരോ പുസ്തകവും അമൂല്യമാണ്. ഈ പുസ്തകം വായിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ജന്മസിദ്ധമായ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ ആനന്ദിക്കുന്നത്, സ്വാഭാവികമായും ആ വ്യക്തിത്വം പ്രകാശിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ സമൂഹത്തിൻ്റെ അടിച്ചമർത്തൽ കാരണം ഈ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കാൻ കഴിയാതെ ഓരോ വ്യക്തിയും അസ്വസ്ഥതയിലാണ്. അതിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന എല്ലാ സംഘർഷവും മാനസിക അസ്വസ്ഥങ്ങളും സംഘട്ടനവും ആത്മഹത്യയും അങ്ങനെ മയക്കുമരുന്നിൻ്റെ ഒക്കെ ഉപയോഗങ്ങളൊക്കെ വരാൻ കാരണം ഈ വ്യക്തി അസ്വസ്ഥപ്പെടുകയാണ്. അവൻ്റെ ജന്മസിദ്ധമായ വാസനയ്ക്കനുസരിച്ച് ജീവിതം നയിക്കുവാൻ അവന് കഴിയുന്നില്ല. സാഹചര്യങ്ങൾ പലപ്പോഴും അവനെ അടിച്ചമർത്തുകയാണ്. അവനൊരു ഉപകരണമാക്കി റോബോട്ട് പോലെ നല്ലൊരു അനുസരണമുള്ള വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടി അവനെ തളർത്തുകയാണ്. അപ്പോൾ അതിൽ നിന്നും ഉത്ബുദ്ധമാകുവാൻ ഈ ഇൻറ്റ്യൂഷൻ എന്ന ഈ പുസ്തകം നിങ്ങളെ സഹായിക്കുന്നതാണ്. യാതൊരു സംശയവുമില്ല. ഏതൊരു വിദ്യാർത്ഥിയും അധ്യാപകരും സാമൂഹ്യ എല്ലാ രംഗത്തുള്ള ആൾക്കാരും വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഉത്തമ ഗ്രന്ഥമാണിതെന്ന് എൻ്റെ ഹൃദയത്തിൽ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കെല്ലാം സൈലൻസ് ബുക്കാണിത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, കോഴിക്കോട്. ഇതിൻ്റെ പരിഭാഷ നടത്തിയത് ശരത് കുമാർ GL എന്ന മഹൽ വ്യക്തിയാണ്. ഇത് സൈലൻസിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പുസ്തകം അവർ കൊറിയൽ അയച്ചു തരുന്നതായിരിക്കും. ഈ പുസ്തകം പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.